കോഴിക്കോട്ടുള്ള കല്ലായിപ്പുഴ പല സിനിമകൾക്കും പശ്ചാത്തലമായിട്ടുണ്ട്. കല്ലായിപ്പുഴയും അതിനടുത്തുള്ളൊരു മരക്കമ്പനിയും പശ്ചാത്തലമാക്കി NP മുഹമ്മദ് തിരക്കഥയും സംഭാഷണവും രചിച്ച് പ്രശസ്ത ഗാനരചയിതാവ് യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മരം. മരം എന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നെല്ലിക്കോട് ഭാസ്കരൻ്റെ മുഖമാണ്. പ്രേംനസീറും ജയഭാരതിയും KP ഉമറും എല്ലാം പ്രധാന വേഷങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും നെല്ലിക്കോട് ഭാസ്കരനാണ് ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ദേവരാജൻ മാസ്റ്റർ മനോഹരമായ സംഗീതം. മാസ്റ്റർ അങ്ങനെ മാപ്പിളപ്പാട്ടിൻ്റെ ബേസിലുള്ള പാട്ടുകൾ അധികം ചെയ്തിട്ടില്ല. പക്ഷേ മലയാള സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ മലയാള സിനിമ സംഗീതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് ചെയ്തിട്ടുള്ളത് മാസ്റ്ററാണെന്ന് തെളിയും. യൂസഫ് അലി ദേവരാജൻ ടീമിൽ നിന്ന് വന്ന മനോഹരമായ ആ മാപ്പിളപ്പാട്ട് ദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ താനതെന്തെന്തിന്നോ താനിന്ന താനതെന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ താനതെന്തെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ താനതെന്തിന്നോ താനിന്നെ താനതെന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. യേശുദാസ് ആദ്യമായി ഹിന്ദിയിൽ പാടുന്നത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന ചിത്രത്തിലാണ്. രണ്ടാമത് ആനന്ദ് മഹൽ എന്ന ചിത്രത്തിലും. എന്നാൽ നിർഭാഗ്യവശാൽ ഈ രണ്ട് ചിത്രങ്ങളും പുറത്തു വന്നില്ല. അദ്ദേഹം മൂന്നാമതായി പാടിയ ചോട്ടി സി ബാത്ത് എന്ന ചിത്രമാണ് പുറത്തു വന്നത്. അതായത് യേശുദാസിൻ്റെ ആദ്യത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനം ചോട്ടി സി ബാത്ത് എന്ന ചിത്രത്തിലെ ജാനേമൻ ജാനേമൻ എന്ന ഗാനമായിരുന്നു. അതും ആശാ ഭോസ്ലയുടെ കൂടെയുള്ളൊരു മനോഹരമായ ഡുവറ്റ്. യോഗേഷിൻ്റെ രചന, സൽ ചൗധരിയുടെ സംഗീതം. ഈ രംഗം ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയായിട്ടാണ് വരുന്നത്. അതായത് ഈ സിനിമയിലെ നായകനായ അമോൽ പലേക്കറും വിദ്യാസിന്ഹയും ഒരു സിനിമ കാണാൻ പോവുകയും ആ സിനിമയിൽ വരുന്ന ഒരു രംഗത്തിൽ ധർമ്മേന്ദ്രയും ഹേമമാലിനിയും പാടി അഭിനയിക്കും.